ഹലോ, നമ്മൾ രാവിലെ ഉറക്കം എണീറ്റ് ഇത് കണ്ടവരാണെങ്കിൽ കോംപ്ലിമെൻ്ററി ഫുഡൊക്കെ തട്ടുകയാണ്. പുട്ടും കടലയും മുളക് പാസ്തയും അങ്ങനെ എന്തൊക്കെ നമ്മൾ തട്ടുക. ഹസ്ബൻഡ് ഉറക്കുക. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു നമ്മൾ ഡ്രൈവ് ത്രൂ ബീച്ചില്ലേ അതിൽ കൂടെ പോയി. ഞാൻ ഈ വിൻഡോ എല്ലാം തുറന്ന് വീഡിയോ എടുക്കാൻ നോക്കി. അകത്തെല്ലാം ഉപ്പുവെള്ളം അടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ ആ നട്ടപ്പുറ വെയിലായതുകൊണ്ട് നമ്മൾ പോയി ഓരോ ലെമൺ ജ്യൂസൊക്കെ കുടിച്ചു. കൊച്ചെന്തോ കടിപിടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് മടുത്ത് കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ചട്ടിച്ചോറും ഇപ്പോൾ തന്നെ ഓർക്കുമ്പോൾ കൊതിയാവുക. കുറേ നാൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ കിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മീൽസും മുളക് ബിരിയാണി അങ്ങനെ എന്തൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് നമ്മളൊരു ലോങ് ഡ്രൈവാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നമ്മൾ നൈറ്റായി കോയമ്പത്തൂർ എത്തിയിട്ട്. 3-4 ദിവസം കോയമ്പത്തൂർ ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയതാണ് അപ്പം കോവി കൊണ്ടാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ്, ഒരു പാർക്ക് സെറ്റപ്പ്. നമ്മൾ ഈ വീഗാലാൻഡും ഹാപ്പി ലാൻഡിലൊക്കെ കണ്ടിട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് തോന്നുക ഇതെന്താ ഭയങ്കര മിനിമലാണല്ലോ എന്ന്. എനിക്കത് ഫീൽ ചെയ്ത്. എന്നാലും ആ ഒരു ടൈം നമ്മൾ എൻജോയ് ചെയ്ത് മാക്സിമം. ഭയങ്കര വെയിലായിരുന്നു. ഈ വെയിലത്ത് ഇങ്ങനെ ഓടിക്കളിക്കുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും ഒക്കെ ആയിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ കൊച്ചുമായിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. ഞാൻ തലവേദനയും തലയൊക്കെ പെരുത്ത് വെയിൽ കൊണ്ടിട്ട് ഞാൻ നൈസായിട്ട് അങ്ങോട്ടിരുന്നു. അച്ഛനും മോളും കൂടെ നല്ലപോലെ വെള്ളത്തിലൊക്കെ നല്ല കളിയായിരുന്നു ഈ വെയിലത്ത്. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് നേരമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇതെന്താ ഈ കൊച്ച് ഇങ്ങനെ നടന്നു വരുന്നതെന്ന് ഞാനിങ്ങനെ നോക്കുക. കുറച്ച് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് കൊച്ച് ആന കളിക്കുകയാണ് സ്വിമ്മിങ് പൂളിൽ. കൊച്ചിൻ്റെ അച്ഛൻ്റെ പുറത്തേക്ക് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഇങ്ങനെ വിളിക്കായിരുന്നു, വാമേ വാ. ഞാനാണെങ്കിൽ ഇത്രയും നേരം ഇനി വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ലല്ലോ, ഇനി ലാസ്റ്റ് മിനിറ്റിൽ പോകാൻ വയ്യ, ടയേർഡായി വെയിൽ കൊണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു മാളിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഫിലിം കണ്ടാൽ മതി, മാളിൽ സുഖമായിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ മതി, വെയിൽ കൊണ്ട് ക്ഷീണമൊക്കെ മാറ്റണമെന്ന് കരുതിയിട്ട് അങ്ങനെ കയറിയത്. ആ PVR ചെന്നിട്ട് നമ്മൾ ഏത് ഫിലിമാണ് കണ്ടതെന്ന് ആക്ച്വലി ഞാൻ മറന്നുപോയി. ആ ഒരു ടൈമിലിറങ്ങി എല്ലാ ഫിലിമും ഞാൻ കണ്ടുപോയി. പിന്നെ ഈ ഹോം സെൻറ്ററിൽ തിരിച്ച് നമ്മൾ വന്നപ്പോൾ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു, ഒരു ബ്രാസിൻ്റെ ഒരു ഗിഫ്റ്റ്. പിന്നെ ഇത് റിട്ടേൺ വീട്ടിൽ പോകുമ്പോൾ എടുത്താട്ടോ ഇത് തെങ്കാശി വഴി നമ്മൾ പോയത്. അപ്പോൾ ബോർഡർ ചിക്കൻ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞ് നമ്മൾ ട്രൈ ചെയ്യാൻ പോയതാണ്. ഭയങ്കര മഴയായിട്ടും അവിടെ ഭയങ്കര തിരക്ക്. നമ്മൾക്ക് കിട്ടിയതായി ഒരു സംഭവമാണ്. നമ്മൾ കരുതി ഇതായിരിക്കുമോ എന്ന് കരുതി. പിന്നെ ഈ പിച്ചി പറിച്ചിട്ടൊരു സംഭവം അവിടെ ഫേമസ്, ബ്ലാക്ക് കളറിലൊരു ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോദിച്ചു ഇതാണോ ഇവിടെ ഫേമസ് എന്ന് വെച്ചപ്പോഴത്തേക്ക് അവർ സെപ്പറേറ്റ് അത് കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് അത് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് അത് കുറച്ച് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്ത്. പെപ്പറിൻ്റെ ഫ്ലേവറുണ്ട്, എന്നാലും മറ്റേതാണ് കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ പാഴ്സലൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോയി. പിന്നെ ഇതിന് ശേഷം നമ്മൾ 3-4 പ്രാവശ്യം ഈ വഴി പാസ് ചെയ്യുമ്പോൾ കയറാമെന്ന് കരുതിയെങ്കിലും കയറാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി ക്യൂ ആയിരുന്നു.